സാധാരണക്കാരന്റെ പ്രതീക്ഷയാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെന്ന് PK പ്രവീൺ MLA. സഹകരണ സ്ഥാപനങ്ങൾക്ക് മേലുള്ള റിസർവ് ബാങ്കിന്റെ കടന്നുകയറ്റം കരുതിയിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണ സ്ഥാപനം പ്രസിഡന്റുമാർക്കും ജീവനക്കാർക്കും നൽകുന്ന പരിശീലന ക്ലാസിന്റെയും നിക്ഷേപ സമാഹരണ യജ്ഞം 2026 വിജയികളായ സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള മൊമെന്റോ വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു PK പ്രവീൺ. വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് സഹകരണ മേഖലയെ മൊത്തത്തിൽ കൈവാരിത്തേക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനം ചില ഭാഗത്തുനിന്ന് കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് സഹകാര്യത്തിൽ 100% അറിയാൻ പറ്റും. അതുപോലെ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വെറും നിക്ഷേപവും സ്വർണത്തിനും അതേപോലെ കാർഷിക ഘടകങ്ങളും മാത്രം കൊടുക്കാതെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പല സഹകരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വരുന്നില്ല. നാം ഇന്ന് ഇരിക്കുന്ന ഈ റൂറൽ ബാങ്കിന്റെ ഈ ഓഡിറ്റോറിയം പോലും സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു പൊൻതൂവലാണ്. ആ ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2 വർഷം എടുക്കണമെന്നറിയില്ല പെട്ടെന്ന് ഒരു ഓഡിറ്റോറിയം, നല്ല ഭംഗിയുള്ള ഒരു ഓഡിറ്റോറിയവും വലിയൊരു ഓഡിറ്റോറിയവും ചെറിയതും ആയി ഇവിടെ വരാൻ സാധിച്ചത്. ഇതെല്ലാം അനുബന്ധ പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ മറ്റു ബാങ്കുകൾ എല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഗതാഗതത്തിൽ പ്രത്യേകിച്ച് ഒരു റോഡ് കോൺട്രാക്ട് എടുക്കുമ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു കോൺട്രാക്ട് വരുമ്പോൾ ആ കോൺട്രാക്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണുള്ളത്. അത് വരുമ്പോൾ റോഡിന് പോലും മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്ന് പ്രത്യേകിച്ച് പല കോൺട്രാക്ടർമാരും. കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ലാസ് നടക്കുന്നത്. ഈ മേഖലയിൽ നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളെ തന്നെയാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചത് എന്നതും സന്തോഷകരമായ ഒരു കാര്യമാണ്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ ചെറിയ ചെറിയ വിശ്വാസക്കുറവ് ഉണ്ട് എന്നത് സത്യം. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചെറിയൊരു വിശ്വാസക്കുറവ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ജയേഷ് MJ ക്ലാസിന് നേതൃത്വം നൽകി. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് K സ്വാഗതവും ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീജ പുല്ലമ്പി നന്ദിയും പറഞ്ഞു. സഹകരണ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഹകരണ സ്ഥാപനങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ.